ആദ്യഘട്ട വോട്ടെടുപ്പ് ദിവസം കോൺഗ്രസിന് പണി കൊടുത്തത് UDF കൺവീനർ ആണെങ്കിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിവസം കോൺഗ്രസിന് പണി കൊടുക്കാൻ രംഗത്തെത്തുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ ആയിരുന്നു കേട്ടോ. അതിന്റെ പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വായിച്ചു, എൻ്റെ അടുത്ത് അതിന്റെ കോപ്പിയുണ്ട്. പേരില്ലെങ്കിലും അതിന്റെ ഉദ്ദേശം എനിക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ്. ആ പരാതിക്ക് പിന്നിൽ പലരുടെയും കരങ്ങളുണ്ടെന്നാണ് സണ്ണി ജോസഫിന്റെ കണ്ടുപിടുത്തം. അതെങ്ങനെ കണ്ടുപിടിച്ചു? രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതിനു ശേഷം അത് ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്തം സണ്ണി ജോസഫിനല്ലേ? അതിനിടയിൽ 10-15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം രാഹുലേട്ടായി വോട്ട് ചെയ്യാൻ പ്രത്യക്ഷപ്പെടുന്നു. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലക്കുന്ന സമയം. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളുന്നു. വാവ്! ആരോപണങ്ങൾക്കും കേസുകൾക്കൊക്കെ രാഹുലേട്ടായി ഇന്ന് ചുട്ട മറുപടി കൊടുക്കുമായിരിക്കും. ഇപ്പൊ എന്താ അസുഖം പറ. അയ്യോ എന്തൊക്കെയായി കാണിക്കുന്നേ? രാഹുലേട്ടായിക്ക് ഒന്നും പറയാനില്ല. സണ്ണി സാർ ന്യായീകരണം തുടർന്നോളൂ. നിങ്ങൾക്ക് അയച്ചിട്ട് എനിക്ക് അയച്ചത്. അപ്പൊ മനസ്സിലായല്ലോ, നിങ്ങൾക്ക് അയച്ചിട്ട് എനിക്ക് അയച്ചത്. അതിന് ഇന്ന് ചോദിക്കരുത്. ഈ കാര്യത്തിലൊക്കെ KPCC പ്രസിഡന്റിന് ഒറ്റ നിലപാടുള്ളൂ. സ്ത്രീ വിരുദ്ധതയിൽ അടിയുറച്ചു നിന്ന് പരാതിയുമായി വരുന്ന യുവതികളെ ഒറ്റപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നിഷ്കളങ്കരെ സംരക്ഷിക്കണം. തെരഞ്ഞെടുപ്പിന്റെ അന്ന് പോലും സണ്ണി സാറ് നല്ല ഫോമിലാണല്ലേ? നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഇനി സതീശ് ചേട്ടൻ രംഗത്ത് വരട്ടെ. എന്തിനാന്നോ? ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു രീതി അറിയില്ലേ? രാവിലെ ഒരാൾ വന്നിട്ട് ഒരു അഭിപ്രായം പറയും, ഉച്ചയ്ക്ക് ശേഷം വേറൊരാൾ വന്നിട്ട് അത് തള്ളും. വർഷങ്ങളായുള്ള ആചാരം, അത് തെറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കരുത്. അത് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥകൾ പറയട്ടെ. പോലീസ് അന്വേഷിച്ചാലും ഇല്ലെങ്കിലും സണ്ണി സാർ മൊത്തം അന്വേഷിച്ചിട്ട് സത്യം കണ്ടെത്തിയിരിക്കുന്നു. അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ്, രാഷ്ട്രീയ പ്രേരിതാണ്, മൊത്തം കളത്തരാണ്. ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. താമസം ഉണ്ടായി എന്നോർത്ത് 2 കൊല്ലം മുമ്പ് നടത്തിയ ഒരു ഒഫൻസ് അല്ലാതെ വന്നില്ല. പ്രതിപക്ഷ നേതാവ് പരസ്യമായിട്ട് നിങ്ങളെ തിരുത്തിയ സ്ഥിതിക്ക് അത് മാറ്റി പറയുന്നതാണല്ലോ അതിന്റെ ഒരു ഇത്. അല്ല, ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. വെൽ ഡ്രാഫ്റ്റഡ് ആണെങ്കിൽ പോലും അതിലെ ലീഗലായിട്ടുള്ള എതിർവശങ്ങൾ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയപ്പോൾ അതും കോടതി വിലയിരുത്തിയിട്ട് ഞാൻ ആ ഓർഡറും വായിച്ചു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ അവര് നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളും. അതേസമയം മറ്റൊരു യൂണിവേഴ്സിറ്റി ദിലീപിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി മീഡിയ പറയണം. എന്തിന്? എങ്ങനെയുണ്ട് രാഹുൽജി ജയിൽ ജീവിതമൊക്കെ? 11 കിലോ കുറഞ്ഞു. 11 കിലോ കുറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ തീർന്നില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. സങ്കടം വരുന്നു കേൾക്കുമ്പോ. പുരുഷന്മാർ ഇതൊക്കെ കാണണ്ട. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കണത്. മെൻസ് കമ്മീഷൻ വേണ്ട ഇതുകൊണ്ടാണ്. 11 കിലോഗ്രാം കുറഞ്ഞു. 11 ദിവസമായി. മെൻസ് കമ്മീഷൻ വേണ്ടതിന്റെ ആവശ്യകത ഇപ്പൊ മനസ്സിലായില്ലേ? മെൻസ് കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ 11 കിലോ കുറയായിരുന്നോ? നിങ്ങൾ വാദിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും ദിലീപൊക്കെ ഇപ്പൊ പുറത്തില്ലേ? ഇനിയിപ്പോ അതാലോചിച്ച് അങ്ങോട്ട് ആശ്വസിക്കുക. എന്റെ ഹൃദയത്തിൽ നന്മ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ തന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞാൻ പോവുകയാണ്. സമയം കഴിഞ്ഞു. പിന്നെയും കസ്റ്റഡിയിൽ തുടരാനാണ് പറയണത്. നമ്മൾ എന്ത് ചെയ്യും രാഹുൽജി? ഒരു 30 സെക്കൻഡ് പോലും കോടതി തരുന്നില്ലല്ലോ. പ്രതീക്ഷയുണ്ട്, കോടതിയിൽ പ്രതീക്ഷ എന്നാണ് വിശ്വാസം. പ്രാർത്ഥിക്കുന്നു, നിങ്ങളും കൂടെ പറയുന്നു. പ്രാർത്ഥിക്ക്, എല്ലാരും പ്രാർത്ഥിക്ക്. ആണുങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കിടക്കുന്ന രാഹുൽജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും. അല്ല രാഹുൽജി, ഈ ജയിലിൽ നിന്ന് ഇറങ്ങണവരെ നിരാഹാര സമരം തുടരുന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് എന്ത് പറ്റി? കിഡ്നിയിലേക്ക് പ്രശ്നമാവുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് 4 ദിവസം വെള്ളം ഇല്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു.
കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? എടുത്തോ എടുക്കടോ. കേറ്റി കൊണ്ടു. കോൺഗ്രസിലെ പ്രത്യേകതരം ഐക്യവും രാഹുൽ ഈശ്വറിന്റെ സ്വാതന്ത്ര്യ സമരങ്ങളും ഒരു ലൂപ്പ് പോലെയാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഗാലറിയിൽ ഇരുന്ന് കണ്ട് ഇതൊക്കെ എൻജോയ് ചെയ്യാം. നാട്ടുകാർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്റർടൈൻമെന്റ് കൊടുക്കുന്ന ഇതിന്റെ സംഘാടകർക്ക് നാട്ടുകാരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.